ഈ ചതയ നക്ഷത്രം, ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ലഗ്നത്തിലേക്ക് രാഹു വരികയും 2ലേക്ക് ശനിയുടെ മാറ്റവും വരുന്നു, 5ലേക്ക് വ്യാഴത്തിൻ്റെ മാറ്റം. അപ്പം 5ലെ വ്യാഴമാണ് നമുക്ക് ഏറ്റവും നല്ലൊരു ഭാവം എന്ന് പറയുന്നത്. ഇവിടെ 7ാം ഭാവത്തിൽ കേതു വരുന്നുണ്ട്, ചിങ്ങത്തിൽ. രാഹു മാറുമ്പോൾ തന്നെ കേതുവും മാറും ഇവിടെ. അപ്പോൾ ആ കേതു വരുമ്പോൾ നിവർത്തി സ്ഥാനത്ത് കേതു, അത് സിംഹരാശിയിലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്ത് കാര്യം, ഒരു ചെറിയ ബില്ലാണെങ്കിൽ പോലും അത് വളരെ സൂക്ഷിച്ചെടുത്ത് വെക്കണം. എന്തും നമുക്ക് കാണാതെ ആയി പോവുക, നമ്മൾ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ലാതെ ആയി പോവുക, അങ്ങനെയൊക്കെ വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ആണല്ലോ. രാഹു കൂടെ വരുമ്പോൾ ഒന്നില്ലെങ്കിൽ എപ്പോഴും നമുക്ക് അലസത ഉണ്ടാക്കും, മടി ഉണ്ടാക്കും, ഒരു ഷേഡോ ഗ്രഹമാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഊർജമായിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വല്ലവരും പറഞ്ഞാൽ അതിൽ ആകർഷണത ഭയങ്കരമായിട്ട് കൂടും. ആകർഷത കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു കുഴിയിലേക്കാണ് നമ്മൾ വരിക. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ ഇവരൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതിരിക്കരുത്. എന്തൊരു വർത്തമാനമുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കണം. പക്ഷെ അത് എടുക്കുന്ന തീരുമാനങ്ങൾ 1-2 ദിവസം ആലോചിച്ച് തീരുമാനം എടുക്കണം. പിന്നെ സ്കിന്നിലെ രോഗം അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹു ജന്മത്തിൽ നിൽക്കുമ്പോൾ സ്കിന്നിലെ രോഗങ്ങൾ ഉണ്ടാവാം. പിന്നെ 2ാം ഭാവത്തിൽ നമുക്ക് ശനിയാണ് വരുന്നത്. 2ൽ ശനി നമ്മുടെ നിധിയാണ്, നമ്മുടെ വാക്കുകളാണ്. അപ്പോൾ വാക്കുകളൊക്കെ വളരെ സൂക്ഷിക്കാം. 2ൽ ഭൃത്യന്മാരുണ്ടാവുന്ന കുറേ 10-20 ആൾക്കാരെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാരെയൊക്കെ വെച്ച്, സ്റ്റാഫുകളൊക്കെ വെച്ച് പ്രവർത്തിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റാഫുകളുടെ അടുത്തും നമ്മൾ വളരെ കെയർ ചെയ്ത് സംസാരിക്കുക. അത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് തന്നെ സംസാരിക്കണം. എനിക്ക് 2ലാണ് നിൽക്കുന്നത്. നമ്മുടെ വാക്കുകളെ കൊണ്ട് പല ആൾക്കാർക്കും ഹേർട്ടാവാനായിട്ടുള്ള ഒരിതുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. ആ വ്യാഴത്തിനെ ഏറ്റവും നന്നായിട്ട് നമ്മുടെ കൂടെ നിർത്തണം. വ്യാഴമാണ് നമുക്ക് ഇവിടെ ഏറ്റവും നല്ല ഗ്രഹമായിട്ട് നമ്മുടെ കൂടെ ഈ വർഷം നിൽക്കുന്നത്. അപ്പോൾ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം, പറ്റത്തൊക്കെ വഴിപാട് ചെയ്യാം. ദേവീ ക്ഷേത്രത്തിൽ ഈ പറയില്ലേ ശത്രുസംഹാര പുഷ്പാഞ്ജലി, അതേപോലെ കൈവട്ടക കുരുതി നടത്തുക, അങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ആ കുരുതി സമർപ്പണം, കൈവട്ടക എന്ന് പറഞ്ഞാൽ കുരുതി വെള്ളം ഇങ്ങനെ നിറയെടുത്ത് അങ്ങനെയുള്ള ഒരു കുരുതി നടത്തുക. ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരിതത്തെ ഒഴിക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ. ഒരു ശത്രുവും ഇല്ല, അത് നമ്മുടെ ദുരിതത്തെ ഒഴിക്കുന്ന ഒരു പുഷ്പാഞ്ജലി, ശത്രുസംഹാര പുഷ്പാഞ്ജലി. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചതയ നക്ഷത്രക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്നത്തിൽ തന്നെ രാഹുവാണ്, 2ൽ ശനിയാണ്, 7ൽ കേതുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. പക്ഷേ സർവ്വ ഈശ്വര കാരകത്വമുള്ള നമ്മുടെ വ്യാഴം നമ്മുടെ കൂടെയുള്ളത് കൊണ്ട് ഈ ചതയ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു സമയമായിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും.